കറണ്ട് കേടായി, അതായത് കറണ്ടിലെ ബൾബ് കത്തുന്നില്ല, ഫാൻ വർക്ക് ചെയ്യുന്നില്ല, എന്തൊക്കെയോ കറണ്ടിന് പ്രശ്നമുണ്ട്. ബിജിലി മേ കോയി തക്ലീഫ് ഹേ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇലക്ട്രീഷ്യന് ഫോൺ ചെയ്ത് സംസാരിക്കണം. ഒരു ഇലക്ട്രീഷ്യൻ വന്നാൽ അവനോട് സംസാരിക്കണം. അങ്ങനത്തെ കുറച്ച് വാക്കുകൂടി നമ്മളൊന്ന് പഠിച്ചൊക്കെ നല്ലതല്ലേ? കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. हमारा बिजली खराब हो गया, पता नहीं हमारा बिजली को क्या हुआ नहीं पता, जल्दी से जल्दी आप आइए. ഫോൺ ചെയ്ത് പറയാം, ഭായ് സാബ്, ഇലക്ട്രീഷ്യൻ നമ്പർ പറയുന്നത്, ഭായ് സാബ് ജൽദി സെ ജൽദി ആയിയെ, വളരെ പെട്ടെന്ന് ഒരു हमारा बिजली नहीं है, हमारा बल्ब नहीं काम नहीं करते, ബൾബ് വർക്ക് ചെയ്യുന്നില്ല, हमारा रोशनी नहीं है, अंधेरा है. रोशनी എന്ന് പറഞ്ഞാൽ വെളിച്ചമല്ല, അന്ധേരാ ഹേ. ബൾബ് ഖറാബ് ഹോ ഗയ, ബൾബ് അല്ലെങ്കിൽ ട്യൂബ് ഏതായിരുന്നാലും നമ്മുടെ ഈ നെഹി ജൽറേ എന്ന് പറഞ്ഞാൽ ജലാവോ എന്ന് പറയും. ഉജാൽന ജലാന എന്നൊക്കെ പറഞ്ഞാൽ കത്തിക്കുക, അത് കത്തുന്നില്ല, നെഹി ജൽന ഹേ. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താകുന്നു ഫാൻ, അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളുണ്ടല്ലോ, മെഷീൻ, യെ ഫാൻ കാം നീ കറേ, വർക്ക് നെഹി ഹോ രേ, ഇത് വർക്ക് ആകുന്നില്ല, കാം നെഹി ഹോ രേ. അങ്ങനെ അയാൾ വന്നിട്ട് ഓക്കെ യെ സാബ് ठीक करना है, ये सब पता नहीं वोल्टेज ज़्यादा हुआ है, इसी वजह से पूरा ख़राब हो गया. വോൾട്ടേജ് അധികമായി വന്നിരിക്കുകയാണ്, അതിൻ്റെ പേരിൽ ഇതൊക്കെ ഖറാബായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഇവരോടൊക്കെ ചോദിക്കണം, നല്ല കേട്ടോ, കാശ് എത്രയാണെന്ന്. അതിനേക്കാളും വലിയ ഫാനാട്ടി വലിയ പൈസ പറഞ്ഞാൽ ഫാൻ എന്നാക്കാൻ നിൽക്കണ്ടല്ലോ. അത് ഖർച്ചാ കിतना हो जाएगा, इसको ये ठीक करने के लिए, हमारे फैन ठीक करने के लिए खर्चा कितना होगा. हो सकते നമ്മൾ ഫാനിന് 1000 റുപ്യ വില ഉണ്ടാവുള്ളൂ, അയാൾ ഒരു 5000 റുപ്യ വില പിന്നെ പറഞ്ഞാൽ കുടുങ്ങിയില്ല, അതുകൊണ്ട് നന്നാക്കണ്ട. അതിനെ പകുതിയും കൊടുത്തിട്ട് നന്നാക്കാതിരിക്കലല്ല നല്ലത്. അപ്പോൾ കിतना खर्चा हो जाएगा. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ कोई बात नहीं, इससे थोड़ा खर्चा है, ज़्यादा खर्चा नहीं है, देखे पता सकते हैं, നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ദേഖേ പതാ സക്തേ ഹേ ആപ്കോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. കറണ്ടിന് ബിജ്ലി എന്ന് പറയും, ഇലക്ട്രിക്കിന് ബിജ്ലി ഖറാബ് ഹേ, കറണ്ട് കേട് വന്നിരിക്കുകയാണ്. അതല്ല हमारा मीटर तो खराब हो गया है, നമ്മുടെ മീറ്റർ ഖറാബായിരിക്കുകയാണ്. अभी इसको थोड़ा सा काम करना ही है എന്നൊക്കെ പറയാം. ഓക്കെ. ഇത്തരം ധാരാളം വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വെറും ലോക്കൽ സാധാരണക്കാർ സംസാരിക്കുന്ന ഹിന്ദിയാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പറഞ്ഞാലേ ഓൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ആ സാധാരണക്കാരോട് വർത്താനം പറയാൻ പറ്റിയ ഹിന്ദിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഹിന്ദി സംസാര ഭാഷ അറിയണോ, പഠിക്കണോ? ഇന്ത്യയിൽ 50 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ അറിയണോ? ഹിന്ദി യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്, പഠിക്കണ്ടേ നിങ്ങൾക്ക്? आइए हमारे साथ, हम आपको सही तरह हिंदी सिखाएंगे, सुनाएंगे. धन्यवाद, बहुत शुक्रिया.